താഴെത്തട്ടിലേക്ക് എങ്ങനെയായിരിക്കും ഈ അനുഭാവികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പുകാർക്ക് ബോധ്യപ്പെടുന്നത്? ഒരാൾ പോലും ഇവിടുന്ന് പോയിട്ടില്ല ഇതുവരെ. ഏതെങ്കിലും ഒരു പാർട്ടി, നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു പാർട്ടി മെമ്പറോ പാർട്ടി അനുഭാവി ഇവിടെ വന്ന് അദ്ദേഹത്തെ അനുഭാവം രേഖപ്പെടുത്തിയിട്ട് കാണാമോ? ഒരാൾ പോലും പോവില്ല. കൊടുക്കാവുന്ന മുഴുവൻ ഇതും പാർട്ടി അദ്ദേഹത്തിന് നൽകിയതാണ്. എല്ലാ ആനുകൂല്യങ്ങളും പറ്റി കഴിഞ്ഞ വർഷം വരെ അദ്ദേഹം പാർട്ടിയുടെ എല്ലാ ഇതിലും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഒരു ദിവസം ഈ പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പോകുന്നത് ഒരിക്കലും പാർട്ടിയിലെ വെറുതെയാണ് പറയുന്നത്. എല്ലാ പരിപാടിയും അദ്ദേഹത്തെ ക്ഷണിക്കാറുണ്ട്. അമ്പലപ്പുഴയിലെ പാർട്ടിയിൽ അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടെന്ന് അദ്ദേഹം രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ബ്രാഞ്ച് അദ്ദേഹം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചിലെ അംഗമായിരുന്നു. അവിടെ കമ്മിറ്റി പങ്കെടുക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ തീരുമാനം PKCയുടെ റൂമാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. തീർച്ചയായിട്ടും ഇത്രയും കാലം 45 വർഷമായി ഈ പാർട്ടി കൊടുക്കാവുന്ന മുഴുവൻ സ്ഥാനങ്ങളും കൊടുത്തു. 7 പ്രാവശ്യം അദ്ദേഹത്തെ MLA ആക്കി മത്സരിപ്പിച്ചു. 2 പ്രാവശ്യം മന്ത്രിയാക്കി. പിന്നെ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ അവിടെ മത്സരിപ്പിച്ചു മുനിസിപ്പൽ ചെയർമാനാക്കാൻ വേണ്ടി. ജില്ലാ കൗൺസിലിന്റെ ചെയർമാനാക്കാൻ വേണ്ടി ആക്കി. പിന്നെ അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് മെമ്പറാക്കി. എന്തെല്ലാം അതിന് പാർട്ടി കൊടുക്കണം അദ്ദേഹത്തിന്? തീർച്ചയായിട്ടും പുന്നപ്പുറയുടെ മണ്ണിൽ VSന്റെ മണ്ണാണിത്. ഈ VSന്റെ മണ്ണിലാണ് ഈ വർഗവചനം കാണിച്ചിരിക്കുന്നത് അദ്ദേഹം. തീർച്ചയായിട്ടും ഇലക്ഷൻ കാലത്ത് ജനങ്ങൾ ഒറ്റപ്പെടുത്തും. ഇവിടെ 5-ാം വാർഡ്, അതെ തീർച്ചയായും. 3 ബ്രാഞ്ച് കമ്മിറ്റികളിലായി 26 തീർച്ചയായിട്ടും. ഞാൻ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഈ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഒരാൾ പോലും ഈ ഒരു ബന്ധമില്ല. സാധാരണഗതിയിൽ പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പുറത്തു പോകുന്ന ഒരാളെ വർഗവഞ്ചകനെന്ന് വിശ്വസിക്കുന്ന പതിവാണ്. ആ രീതിയിൽ പോകുന്നതിനപ്പുറത്തേക്കുള്ള പ്രതിഷേധങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഏതെങ്കിലും പ്രതിഷേധങ്ങൾ പ്രാദേശിക തലത്തിൽ ഉണ്ടായിക്കൂടാകുകയുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് അനുകൂലമായ പ്രതികൂലമായ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രതികൂലമായിട്ടുള്ള പ്രതിഷേധം നമ്മൾ അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നില്ല. 14-ാം തീയതി ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ടുള്ള ഒരു ഇതിനെ സംബന്ധിച്ച് പ്രകടനം ഉണ്ടാവും. ബോധ്യപ്പെടുത്തും. അത് VSന്റെ വീട്ടിൽ നിന്ന് ആരംഭിക്കും. അത് കളർ റോഡ് കൊണ്ട് അവസാനിക്കും. കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 14-ാം തീയതി പാർട്ടി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്നത്. അത് പ്രകോപനം ഇന്നലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് പാർട്ടിയെ വഞ്ചിച്ചപ്പോ വീട് മുൻപിലൊന്നുമല്ല, ഇങ്ങോട്ട് മാറിയല്ല. നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അത് അദ്ദേഹമാണ് ബോധ്യപ്പെടുത്തേണ്ടത്. എത്രയോ ഇന്നലെ വൈകുന്നേരം വരെ അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടായിരുന്നു. ഈ എല്ലാ വർഷവും ഞാൻ SFIയുടെ ഭാരമായിട്ടിരുന്ന ആളാണ്. എല്ലാ വർഷവും SFIയുടെ നേതൃത്വത്തിൽ കരിമുളയ്ക്കൽ അദ്ദേഹത്തിന്റെ പിന്നെ ബലിയുടീരത്തിന് മുന്നിൽ എല്ലാ വർഷവും നമ്മൾ ആചരിക്കുന്നതാണ് രക്തസാക്ഷി ദിനങ്ങൾ. അദ്ദേഹം എന്ത് ഇതായിട്ടാ പറഞ്ഞത്? കിട്ടില്ല. ഒരു കാരണവശാലും കിട്ടില്ല. ഒരു പാർട്ടി പ്രവർത്തകൻ പോലും അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടില്ല. അതാണ് വാസ്തവം. പോവുകയുമില്ല. അത് ഒരിക്കലും ഇല്ല. പാർട്ടി തീരുമാനിക്കപ്പെടുന്ന സ്ഥാനാർത്ഥി ആരാണോ അതായിരിക്കും വിജയിക്കുക. അമ്പലപ്പുഴയിൽ സുധാകരന്റെ വീടിന് മുന്നിൽ അവിടെ മതിലിൽ സുധാകരനെതിരായുള്ള പോസ്റ്ററുകൾ പതിപ്പിച്ച ശേഷം അവിടുത്തെ പ്രാദേശിക CPIM പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഒരു CPIM പ്രവർത്തകൻ പോലും സുധാകരനൊപ്പം പോവില്ല, വർഗവഞ്ചകൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് കൃത്യമായി അവിടുത്തെ പ്രാദേശിക നേതൃത്വം പറയുന്നു. ആ ഇലക്ഷനിൽ ആ രീതിയിൽ ഒരു CPIM പ്രവർത്തകനും സുധാകരനൊപ്പം നിൽക്കാൻ പോകുന്നില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അവിടുത്തെ പ്രാദേശിക നേതൃത്വം. റിനു ശ്രീധർ അവിടെ നിന്നും തത്സമയം ചേരുന്നു. റിനു, ഈ രീതിയിൽ പോസ്റ്ററുകൾ നേരത്തെയും പതിപ്പിച്ചതാണ്. ഇപ്പോൾ സുധാകരന്റെ വീടിന് മുന്നിൽ തന്നെ അത്തരം പോസ്റ്ററുകൾ CPM പ്രവർത്തകർ പതിപ്പിക്കുകയാണ്. അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. കൃത്യമായി പറയുന്നു, ഒരാളും സുധാകരനൊപ്പം അവിടെ പോവില്ല. ഇവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിൽ അല്ലെങ്കിൽ പ്രാദേശിക പ്രവർത്തകരിൽ ഒരാൾ പോലും സുധാകരനൊപ്പം കൂടില്ല എന്ന് പറയുമ്പോൾ സുധാകരനെ ഈ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും CPM ചിന്തിക്കുന്നില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. തീർച്ചയായും പ്രജൻ, കാരണം രാഷ്ട്രീയ കലുഷിതമാവുകയാണ് ആലപ്പുഴയിൽ സുധാകരന്റെ ഈ ഒരു വിടപറച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അല്പസമയം മുമ്പാണ് എനിക്ക് പിന്നിൽ അദ്ദേഹത്തിന്റെ വീടിന് തൊട്ട് സമീപമുള്ള ഈ മതിലിൽ, തകിടുകൊണ്ട് മറച്ച മതിലിൽ രക്തസാക്ഷികൾ സിന്ദാബാദ്, വർഗവഞ്ചകന് മാപ്പില്ല, വോട്ടില്ല, CPIM എന്നുള്ള പോസ്റ്റർ ഇന്ന് രാവിലെ മുതൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ CPMന്റെ ഈ പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾ അടക്കം എത്തി ഒട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ മാസം
മാസം 14-ന് VS-ന്റെ വീട്ടിൽ നിന്ന് ഒരു വലിയ ബഹുജന റാലി തന്നെ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് CPM എന്നുള്ളതാണ്. ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ലോക്കൽ സെക്രട്ടറി പറഞ്ഞത്. വലിയ ഒരു പ്രതിഷേധമായിരിക്കും, അല്ലെങ്കിൽ CPM-ന്റെ ശക്തി ആലപ്പുഴയിൽ തെളിയിച്ചു കാണിക്കുന്ന ഒരു വലിയ പ്രതിഷേധ പ്രകടനമായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രകടനമായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ജി സുധാകരന്റെ പാർട്ടിയിൽ നിന്നുള്ള വിടപറച്ചിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നതിനിടയ്ക്കാണ് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുന്നിൽ പോലും പാർട്ടി നേതൃത്വം എത്തി, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ എത്തി ഇപ്പോൾ പോസ്റ്റർ വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.